സംസ്ഥാനത്ത് മഴക്കെടുതികൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ആറന്മുള, ഒപ്പം തന്നെ ചെങ്ങന്നൂർ അടക്കമുള്ള, തിരുവല്ല അടക്കമുള്ള മേഖലകളിലാണ് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തരമായി കളക്ടർമാരുടെ ഓൺലൈൻ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതാ യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നടക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. ഒപ്പം തന്നെ കൂടുതൽ സേനകളെ കളത്തിലിറക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. സർക്കാരിൻ്റെ ഈ പ്രളയ ഇടപെടലുകളിൽ ചില പിഴവുകൾ പറ്റിയെന്നോ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിക്കുക. 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്നത്തെ ഈ കളക്ടർമാരുടെ യോഗത്തിൽ. മുഖ്യമന്ത്രി എന്താണ് വിലയിരുത്തുന്നത്? എന്തെങ്കിലും അടിയന്തര സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ യോഗം? ഏതെങ്കിലും കാലാവസ്ഥ അലേർട്ടുകൾ സർക്കാരിന് മുന്നിൽ ആശങ്കയുണ്ടാക്കുന്നതായി മുന്നിൽ വന്നിട്ടുണ്ടോ? വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് വലിയ മഴ ആരംഭിച്ചത്. അതിന്റെ കെടുതികളും അതിനുശേഷം ഇന്ന് തിങ്കളാഴ്ചയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തിയത്. രാവിലെ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അദ്ദേഹം അടിയന്തര യോഗം എന്ന പേരിൽ യോഗം വിളിച്ചത്. ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും. മറ്റ് ജില്ലാ കളക്ടർമാർ ഓൺലൈനായി പങ്കെടുക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ADGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലകളിലെ മഴക്കെടുതി, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം, മുൻകരുതൽ നടപടികൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ യോഗം എന്നിവയാണ് പ്രധാനമായും യോഗം വിലയിരുത്തുന്നത്. മഴക്കെടുതി നേരിടാൻ ആവശ്യമായ കൂടുതൽ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്ന യോഗമായതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചില്ല എന്നതിൽ വലിയ വിമർശനമുണ്ടെങ്കിലും അദ്ദേഹം ഈ 3 ദിവസവും കൃത്യമായ അപ്ഡേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ലഭ്യമാക്കുമായിരുന്നു. കൃത്യമായ റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ടു, നിർദ്ദേശങ്ങൾ നൽകി എന്ന കൃത്യമായ വിവരം അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മഴക്കെടുതിയിൽ ഒരു യോഗം ചേരുന്നത്. ഓൺലൈനിൽ ചേരുന്ന യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. എന്താണ് സംസ്ഥാനത്തെ ഈ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ, അത് എത്രത്തോളം മുന്നോട്ട് പോകും, എത്ര ദിവസം ഇതുണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത മുഖ്യമന്ത്രി യോഗശേഷം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിലുണ്ടാകും. വലിയ വിമർശനം വി.ഡി. സതീശന് നേരിടേണ്ടി വന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം സംസ്ഥാനത്ത് രൂക്ഷമായ പ്രളയക്കെടുതി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അത് ഏകോപിപ്പിക്കാൻ തലസ്ഥാനത്തില്ലായിരുന്നു. മാത്രമല്ല ഈ മഴക്കെടുതി അതിരൂക്ഷമായ ദിവസങ്ങൾ അദ്ദേഹം സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു. പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിലെ ഭക്ഷണം, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, അതിന് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം. സംസ്ഥാനം ഇത്ര വലിയ പ്രകൃതി ദുരന്തം നേരിടുമ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏകോപിപ്പിക്കേണ്ടതായിരുന്ന ചോദ്യമാണ് പൊതുവിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉയർന്നു വരുന്നത്. എന്നാൽ വളരെ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴി അദ്ദേഹം നടത്തിയിരുന്നു. കൃത്യമായി തന്നെ ഫോണിലൂടെ അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. 2 തവണ മുഖ്യമന്ത്രി പ്രതികരണത്തിന് വിഷയത്തിൽ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും അതും അദ്ദേഹം തയ്യാറായതിൻ്റെ ഓഫീസ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുമെന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. ഏതായാലും വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് വി.ഡി. സതീശനും സർക്കാരും ഈ പ്രളയക്കെടുതി കൈകാര്യം ചെയ്ത രീതിയിൽ. പ്രത്യേകിച്ചും 2018 അതിനുശേഷമുണ്ടായ പ്രളയം, ഈ പ്രകൃതി ദുരന്ത സമയങ്ങളിലുമൊക്കെ അന്നത്തെ സർക്കാർ ഇടപെട്ട രീതി കൂടി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശനും സർക്കാരിനെതിരെ വിമർശനം ഉയർന്നത്. എന്നാൽ മുഖ്യമന്ത്രി കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവകാശപ്പെടുന്നത്. മന്ത്രിമാരും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രതികരണവുമായി പറയുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം നേരിട്ടും യോഗം വിളിക്കുകയാണ്. ആ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ മഴക്കെടുതിയുടെ ചിത്രങ്ങൾ യോഗത്തിൽ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കും. 14 ജില്ലകളിലെയും കളക്ടർമാർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. ആഭ്യന്തര വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു. അത്ര ചെറിയ പ്രശ്നങ്ങളല്ല ഈ മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും പൂർണ്ണമായും ആശ്വാസം ഉണ്ടായിട്ടില്ല. പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ മഴക്കെടുതി ഉണ്ടാക്കിയ ജില്ലകളിൽ പത്തനംതിട്ടയും കോട്ടയത്തും അതുപോലെ വടക്കൻ ജില്ലകളിലുമൊക്കെ സ്ഥിതിഗതികൾ ഇപ്പോഴും മോശമാണ്. അതെങ്ങനെ മറികടക്കാമെന്ന ചർച്ചകളാകും പ്രധാനമായും നടക്കുക. ഇതുവരെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്തൊക്കെ വേണം, അവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന പരാതി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ വിമർശനമെന്ന ഒരു ഭാഗവുമുണ്ട്. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ കൂടി മുഖ്യമന്ത്രിയുടെ നേരിട്ട് ശ്രദ്ധ ഇപ്പോൾ പതിയുകയാണ്. അദ്ദേഹം നേരിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ മഴ ചിത്രവും ഈ പ്രളയ ഉണ്ടാക്കിയ ചിത്രവുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കും. സൈദ്, അതാണ് സാഹചര്യം. അരുൺ, ഒന്ന് തുടരുക. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം കൂടി മന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള സാഹചര്യം ഗൗരവമായി തന്നെ വിലയിരുത്തി പോകുന്നു എന്നതാണ് മന്ത്രിയുടെയും വാക്കുകൾ. അദ്ദേഹത്തിന് അത് എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ബോഡി അനുസരിച്ച് വേസ്റ്റ്
മാനേജ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു എന്നാണ് മന്ത്രി എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആവശ്യത്തിലുള്ള മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് ക്യാമ്പിൽ. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും കഴിയുന്നത്ര അതിനെ നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുന്നുണ്ട്. ക്യാമ്പിൽ ഒരിടത്തും മരുന്നിന്റെ ക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗവൺമെന്റിന് അങ്ങനത്തെ ഒരു പരാതിയും കിട്ടിയില്ല. കിട്ടിയിടത്തെല്ലാം മരുന്ന് എത്തിക്കും. മരുന്ന് ആവശ്യത്തിലുള്ള മരുന്ന് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ കുറെ ബാലൻസ് ഉണ്ടായിരുന്ന കുറെയൊക്കെ ഞങ്ങൾ കൊടുത്തു തീർത്തു. പിന്നെ കാരുണ്യയുടെ മരുന്നിന് മാത്രമാണ്, ഒരു ഫാർമസിയിൽ മാത്രമാണ്. അത് നാളത്തോണ്ട് മുഴുവനായിട്ട് എത്തും മരുന്നെത്തും. അരുൺ തുടരുന്നുണ്ട്. അരുൺ, കെ മുരളീധരന്റെ വാക്കുകൾ ആരോഗ്യവകുപ്പിന്റെ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അരുൺ, ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം എന്ന രീതിയിൽ യോഗം വിളിക്കുമ്പോൾ എല്ലാം ഭദ്രമാണ് എന്ന് നേരത്തെ റവന്യൂ മന്ത്രി അടക്കം വിശദീകരിച്ചതാണ്. അതിനുശേഷം ഇത്തരമൊരു യോഗം വിളിക്കുമ്പോൾ ഏതെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകളോ മൂലം വരും ദിവസങ്ങളിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതായി മുന്നിലുണ്ടോ? അതല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുക മാത്രമായിരിക്കുമോ ഈ യോഗത്തിന്റെ അജണ്ട? എന്തെങ്കിലും സൂചനകളുണ്ടോ? കാലാവസ്ഥ വിലയിരുത്തലുകളും സ്വാഭാവികം ഉണ്ടാകും. ഇന്നലെ യെല്ലോ അലർട്ടായ സ്ഥലങ്ങളിൽ പോലും ഇന്ന് ഓറഞ്ച് അലർട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ലഭ്യമാകൂ. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതും യോഗത്തിൽ വിശദീകരിക്കും. സഹിത്ത് കെ മുരളീധരന്റെ പ്രതികരണത്തിൽ മറ്റു ചില വിവാദ വിഷയങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ മറുപടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിരുന്ന് സൽക്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഭാര്യാപിതാവിനെ സന്ദർശിച്ച കാര്യങ്ങളിലുമൊക്കെ മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആരായാലും ഭക്ഷണം കഴിക്കില്ലേ, വിവാദം വിഷയദാരിദ്ര്യത്തിന്റെ ഭാഗമെന്നാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് അദ്ദേഹത്തിന്റെ മറുപടി. ദുരന്തത്തെ പോലും രാഷ്ട്രീയവത്കരിക്കുന്നു എന്ന വിമർശനമാണ് ഭരണപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. പിണറായി വിജയൻ ഭക്ഷണം കഴിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, ഔദ്യോഗിക ആവശ്യത്തിനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നുകൂടി മുരളീധരൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സംരക്ഷണവുമായി രംഗത്ത് വരികയാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. പോകുന്ന വഴിയിൽ ഭാര്യാപിതാവിനെ കണ്ടതാണ്, അങ്ങനെ കണ്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾ തന്നെ പറയില്ലേ എന്ന മാധ്യമങ്ങളോടും കെ മുരളീധരന്റെ ചോദ്യമുണ്ട്. പിന്നീടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ ഈ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിലയിരുത്തിയത്. ആരോഗ്യവകുപ്പിനുള്ള നിർണായകമായ റോൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം കൃത്യമായി മരുന്നെത്തിക്കുക, ആശുപത്രികളിൽ മാത്രമല്ല ക്യാമ്പുകളിലടക്കം മരുന്നെത്തിക്കുക, ക്യാമ്പുകളിൽ മരുന്ന് ലഭിക്കുന്ന പരാതിയാണ് ഇന്നലെയൊക്കെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുകളും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഈ വെതർ ഫോർകാസ്റ്റ്, അതായത് എത്ര ദിവസത്തേക്ക് മഴ തുടരും, എത്ര ദിവസം കരുതൽ വേണം, മണ്ണിടിച്ചിൽ ഏതൊക്കെ മേഖലയിൽ ഉണ്ടാകാൻ ഇടയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദാംശങ്ങൾ തന്നെ ഇന്നത്തെ യോഗത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുഖ്യമന്ത്രിയെ അറിയിക്കും, യോഗത്തെ അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരും മറ്റ് സംവിധാനങ്ങളും കടക്കുക. അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാർ അടിയന്തരമായി യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഏറെ വിവാദ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി കൂടി മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.